ഈ പാതിരയ്ക്ക് വിശന്നോ? സിസ്റ്റർ അമലയുടെ ടൈപ്പ് റൈറ്ററിൽ നിന്ന് കിട്ടിയ വിരലടയാളം നിന്റേതല്ലെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പിന്നെ അത് ആരുടെ കയ്യാ? എനിക്കറിയില്ല. ആരാണ് ആ ആത്മഹത്യാക്കുറിപ്പ് നിന്റെ കയ്യിൽ തന്നത്? മോനായിയാണ് തന്നത്. അൻവർ, മോനായി, നിങ്ങളാണോ സിസ്റ്റർ അമലയുടെ ആത്മഹത്യാക്കുറിപ്പ് ടൈപ്പ് ചെയ്ത് കാർലോസിന്റെ കയ്യിൽ കൊടുത്തത്? അല്ല സർ, അവൻ എന്നോട് പറഞ്ഞു അവൻ തന്നെ എല്ലാം ചെയ്തെന്നാണ്. ആ, താങ്ക് യു. കേട്ടല്ലോ കാർലോസ് പുണ്യാളൻ. ഒന്നും പുറത്തു പറയില്ലെന്ന ഉറപ്പിൽ, ഒറ്റിക്കൊടുക്കില്ലെന്ന ധാരണയിൽ സിസ്റ്റർ അമലയെ കൊല്ലാൻ ആ രാത്രി നീ കൂട്ടിന് പോയത് ആരുടെ കൂടെ? നിന്നെ കൊണ്ട് പറയിക്കാവുന്ന ഞാൻ നോക്കട്ടെ. ഇവൻ പറയില്ല കർത്ത. മൂലമറ്റം പവർ സ്റ്റേഷനിലെ മുഴുവൻ പവർ ഇടിച്ചു കയറ്റിയാലും ഇവൻ സത്യം പറയില്ല. പക്ഷേ കാർലോസ് പോലും അറിയാതെ കാർലോസിൽ നിന്ന് തന്നെ സത്യം മുഴുവൻ ഞങ്ങൾ ചോർത്തിയെടുക്കും. തൽക്കാലം ഇദ്ദേഹത്തിന് ഒരു പായ വിരിച്ചു കൊടുക്ക് സബ് ജയിലിൽ. പണിക്കർ തോക്കരുത്. ഡിപ്പാർട്ട്മെന്റ് തോറ്റെഴുതിത്തള്ളിയ 100 കേസ് കെട്ടുകളിൽ മറ്റൊരു പഴങ്കടലാസായി ചെതറിച്ചു പോകരുത് എന്റെ കാളിയാറച്ചന്റെ ചോരപ്പാടുകൾ. ഇല്ല സർ, ഒരിക്കലും ഒന്നും ഉണ്ടാവില്ല. തന്റെ ജയം കാണാൻ ഞാൻ ഉണ്ടാവില്ലടോ. ആയുസിനെ അധികമില്ലെന്ന് അകത്ത് നിന്ന് ആരും മന്ത്രിക്കുന്നു. കുറച്ച് ദിവസങ്ങളായി. സ്റ്റോപ്പ് ജോക്കിംഗ് സർ. എല്ലാ തീക്കണ്ണുകളും ഇപ്പൊ എന്റെ നേർക്കാടൂ. എന്റെ ജീവൻ രക്ഷിക്കാൻ ആർക്കും ആവില്ല. ജമാൽ, പത്രോ സാറിന് ഉടനെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് മാറ്റണം സർ. സാറിന് ചുറ്റും എപ്പോഴും നമ്മുടെ ആളുകൾ ഉണ്ടാവും. പത്രോ സാറിന് മാത്രമല്ല, ഈ വാർണിംഗ് നമുക്കും ബാധകമാണ് സർ. യെസ്, ഇനിയും നമ്മുടെ കാക്കയിൽ ചോരപ്പാടുകൾ വീഴും. നമ്മൾ അടുത്തെത്തിയെന്ന് ആരൊക്കെയോ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. രക്ഷപ്പെടാൻ ഒരുങ്ങിക്കോ. നിനക്ക് വേണ്ടത് ഇതിനകത്തുണ്ട്. ഞാനാടാ കാർലോസ്. എവിടെ നിന്നാണെന്നോ? നിന്റെയൊക്കെ പാവങ്ങൾ ഏറ്റുവാങ്ങി തൂക്കുകാരന്റെ ചോട്ടിൽ നിൽക്കുവാടാ. നീയും നിന്റെ അച്ചായനും എനിക്ക് തന്ന വാക്ക് പാലിച്ചില്ലെങ്കിൽ നടന്നൊക്കെ തുറന്നു പറയാൻ എനിക്ക് 1 മിനിറ്റ് മതി. തുറക്കാം.
9846050010. കർത്താവേ, Sir. trace this number. വാതിൽ ലോക്കഡാണ് സർ. അകത്ത് ആരുമില്ലാന്ന് തോന്നുന്നു. Okay, come on. Let us go. ഈ പട്ടാപ്പകൽ വെടിയും പൊട്ടിച്ച് പൂട്ട് പൊളിച്ച് നമ്മൾ ഇതിന്റെ അകത്ത് കടന്നിട്ട് ഇവൾ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇവള് പൊട്ടിയായിരിക്കും. പൊട്ടിയായിരിക്കും. പൊട്ടന്മാരെ പോലീസിലെടുക്കോ? പോലീസിന്റെ പൊട്ട കളിപ്പിക്കുന്നോടി. ഞങ്ങളെ മുട്ടി വിളിച്ചപ്പോ തന്നെ കാത് കാഞ്ഞന വിട്ടത്ത് കൊടിയുത്തിന് പോയിരുന്നു. പറയടി സ്റ്റീഫനോടെ. സ്റ്റീഫൻ സാർ ഇവിടെ ഇല്ല. എവിടെ പോയി? കാലത്ത് വെളിയിൽ പോയതാ. കാലത്ത് വെളിക്ക് പോയി. പറയടി സ്റ്റീഫനോടെ. എനിക്ക് അറിയത്തില്ല സാറേ. പക്ഷെ ഞങ്ങൾക്കറിയണം. എനിക്കറിയില്ല സാറേ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നീ ആ സുവിശേഷ വായനക്കാരിയല്ലേടി? ജമാലെ. സർ. അൻവറെ, രണ്ടും ഒരമ്മ പറ്റ മക്കളാണ്. ഇറ്റ് ലുക്ക് സിമിലർ സർ. ഇതിങ്ങനെ ഉമ്മ ഒന്നാണെങ്കിൽ പിന്നെ വാപ്പ സ്റ്റീഫൻ തന്നെ ആയിരിക്കില്ലേ? ആവണമല്ലോ ജമാലെ. നീയും സ്റ്റീഫനും തമ്മിൽ ഞാനും സ്റ്റീഫൻ സാറും തമ്മിൽ നാറുന്ന ബന്ധമാണെങ്കിൽ നീ പറയണ്ട. സിസ്റ്റർ അമല കൊല്ലപ്പെടുന്നതിന്റെ തലേന്ന് രാത്രി ക്ലാരറ്റ് എന്തിനാ മടത്തിപ്പോയി കിടന്നത്? ക്ലാരനെറ്റ് ഊതിക്കാണിക്കാനുള്ള കാര്യം പറയടി. പരിപ്പിലുള്ള കറിയാച്ച മുതലാളി കേനക്കേട് വന്നപ്പോ ഞങ്ങളെ വായിക്കാനായി വിളിപ്പിച്ചു. എങ്ങനെ? അവിടെ വായിച്ചോണ്ട് നിൽക്കുമ്പോഴാ സ്റ്റീഫൻ സാർ എന്നോട് വന്ന് പറഞ്ഞത്, കൂട്ടാത്തികളെ കൂട്ടി നീ ഇന്ന് രാത്രി മഠത്തിലേക്ക് ചെല്ലണോന്ന്. എന്തിന്? അന്ന് രാത്രി 2 മണിയാവുമ്പോ മഠത്തിന്റെ ഗേറ്റ് തുറന്നു വെക്കണമെന്ന് സാർ എന്നോട് പറഞ്ഞു. ഓഹോ, എന്നിട്ട് എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞപ്പോ മദറിന്റെ മുറി കയറി ഗേറ്റിന്റെ താക്കോല് ഞാൻ എടുത്തു. പട്ടികളെ അയച്ചു വിട്ടിട്ടുണ്ടോ? അവറ്റകളെ ഇന്ന് തുറന്നു വിട്ടിട്ടില്ല. നീ ഇവിടെ നിൽക്കണ്ട, അതൊക്കെ കയറിപ്പോയിക്കോ. 3 മണിയാകുമ്പോ വന്ന് ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിക്കോണം. എന്നിട്ട് രക്ഷപ്പെട്ട് നാളെ വീട്ടിലേക്ക് വന്നേക്ക്. സ്റ്റീഫൻ സാറിന്റെ കൂടെ ആ രാത്രി വന്നത് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല സാറേ. പൂട്ട് തുറന്നു കൊടുത്ത കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നീ എവിടെയൊക്കെ പൂട്ട് തുറന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ അന്വേഷിച്ചോളാം. അൻവർ, ഒരു വലിയ പൂട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞു.
യഥാർത്ഥ കൊലയാളി അന്ന് സ്റ്റീഫന്റെ കൂടെ വന്നവനാണ്. സ്റ്റീഫൻ അയാളുടെ ഒരു ഹെൽപ്പർ മാത്രം. കാളിയാറച്ചന്റെ കൊലപാതകത്തിന് ശേഷം സ്റ്റീഫന്റെ ബോസ് മാമച്ചാണ് സാർ. മാമച്ചന്റെ കൈയും നാവും ഒക്കെ ഇപ്പൊ സ്റ്റീഫനാണ് സാർ. അതിപ്പോഴെന്നല്ല, മുമ്പ് അവൻ തന്നെ ആയിക്കൂടെ സാർ? ഹലോ, യെസ് സർ. അത് ശരി, ഗുഡ് ന്യൂസ്. ഓക്കെ സർ, താങ്ക് യു. IGP മാമല മാമച്ചന് ഷെവലിയാർ പട്ടം കിട്ടിയിരിക്കുന്നു. ഗ്രിഗറി മാലാഖയുടെ പടത്തലവൻ, സത്യവിശ്വാസ സംരക്ഷകൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രം സമാധാനം. ഹലോ, അതെ സ്റ്റീഫനാ. ആ ഛേ, കിട്ടുന്നില്ല. നിനക്ക് എന്നാ പറ്റിയടാ സ്റ്റീഫ? നിന്നെ അകത്തൊന്നും കണ്ടില്ലല്ലോ. അച്ഛായ അത് മോനെ, ഒരു കാര്യം നീ ഓർത്താൽ നന്ന്. ശേഷിയുള്ളവൻ അതിജീവിക്കും, അല്ലാത്തവനൊക്കെ ചത്തൊതുങ്ങും. ഒതുങ്ങിയിട്ട് പിന്നെ മനസ്താപിച്ചിട്ട് കാര്യമില്ല മോനെ. അച്ഛായ. എന്താടാ, കൈപ്പഴ വല്ലതും പറ്റിയോ? ഇല്ല. പിന്നെന്താടാ? വീട്ടിൽ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. അത്രയുള്ള കാര്യം. അതിപ്പോ ഫോണിനോ ലൈനോ വല്ല ഏനക്കേടുമായിരിക്കും. ഞാനൊന്ന് വീട് വരെ പോയച്ച് എളുപ്പം ഇങ്ങ് വരാം. ആ, നീ പോയിട്ട് ചടയെ നീങ്ങി വന്നേക്കണം. പൊന്നുമോനെ, അച്ചായന് ഹെൽപ്പിന് നീ മാത്രമേ ഉള്ളൂ കേട്ടോ, അറിയാവല്ലോ. അറിയാം. ആ, മോനെ വന്നേ. എടാ, നിന്നെ അച്ചായൻ അങ്ങ് വളർത്തും. മോനായിക്ക് പോരാൻ ഞാൻ കണ്ടുവച്ചിരിക്കുന്നത് നിന്നെയാ. എടാ, TV കാരോട് വരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. TV ന്യൂസ് വരും, ഫ്ലാഷ് ന്യൂസ്. മോനെ സ്റ്റീപ്പച്ച, നാളെ നിന്റെ എന്റെയൊക്കെ ദിവസമാടാ. വിളിക്കേണ്ടവനെയൊക്കെ ഇതേ കുത്തി കൊണ്ട് വിളിയടാ. എന്റെ ചോരയ്ക്ക് നാവ് നീട്ടിരിക്കുന്ന ശത്രുക്കളെ വരെ നാളെ അവന്മാരൊക്കെ കാണട്ടെ മാമല മാമച്ച ഷെവലിയാർ മാമച്ചനാകുന്നത്. എന്റെ കർത്താവേ, നീ എത്ര വലിയവനാകുന്നടാ. മാമച്ചോ, എന്തോ ഇങ്ങോട്ടൊന്ന് വന്നേ. അതേ വരുന്നു നിക്കേ. ഹലോ, ആരാ? കാർലോസോ? നീ എവിടുന്ന? രക്ഷപ്പെട്ടെന്നോ? ശരി, ഇനി അങ്ങോട്ടുള്ള ഓരോ നീക്കവും സൂക്ഷിച്ചു വേണം. എനിക്കറിയാം നിന്റെ കരുത്തും കഴിവും. അച്ചായൻ നിന്നെ അവിശ്വസിച്ചപ്പോഴൊക്കെ ഞാൻ ഉറപ്പ് കൊടുത്തിരുന്നു, വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് നീയെന്ന്. പറ, അറിയാതെങ്കിലും നിന്റെ നാവിൻ തുമ്പിന്ന് അച്ചായന്റെ പേര് വീണോ? പേരും നാളും മാത്രമല്ല, നിന്റെയും നിന്റെ ഇച്ചായന്റെയും ജാതകം വരെ ഈ കാർലോസ് വായിച്ചു തന്നു കഴിഞ്ഞു സ്റ്റീഫൻ. ജമാൽ, സ്റ്റീഫനെ വലതുകാലി വെപ്പിച്ച് അകത്തേക്ക് കയറ്റിയാൽ. വാമോനെ, നടക്കണ പന്നി. വാടാ. കൂട്ടത്തിലൊരുത്തനെ പോന്തിയച്ച് നീ അങ്ങ് രക്ഷപ്പെടുവല്ലടാ. മനുഷ്യമാംസത്തിൽ പച്ചിരുമ്പ് കീറുന്നതിന്റെ എരിവ് നീ അറിയണം.
God bless all of you. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങളും സ്വീകരിച്ച് പരിപാലിച്ചതിനുള്ള ചിഹ്നം നാം ഷെവലിയാർ മാമച്ചനെ സന്തോഷപൂർവ്വം അണിയിച്ചിരിക്കുന്നു. ദി മെഡൽ ഓഫ് 7 ഗിഫ്റ്റ്. എന്റെ കർത്താവേ, ഈ നരകബാബയ്ക്ക് കുത്തിത്തരാൻ വേണ്ടിയിട്ട് ഇനിയും ഓരോ പട്ടങ്ങളും ബിരുദങ്ങളും നീ കരുതി വെച്ചിരിക്കാണല്ലോ നോർക്കുമ്പം എന്റെ മേലാകെ പൂക്കുന്നു. ഇനി മാമല മാമച്ചന് ചത്താലും മരിച്ചാലും സന്തോഷമേ ഉള്ളൂ കർത്താവേ, സത്യം. മരിക്കാൻ സമയമായിട്ടില്ല ഷെവലിയാർ മാമച്ചന്. ഭൂമിയിൽ വിത്ത് വെച്ചവൻ തന്നെ വിളവ് കൊയ്യണം. അതാണ് ആകാശത്തിരിക്കുന്ന വലിയ വിധക്കാരൻ നമ്മെ പഠിപ്പിച്ചത്. അതെ. എന്നാ ഇനി അപ്പം വീഞ്ഞെടുത്ത് വാഴ്ത്തിയായിട്ട് തിരുമേനി. എന്നാ നമുക്ക് തുടങ്ങാം. വരട്ടെ. ഇനി ആരാ തിരുമേനി വരാനുള്ളത്? എത്തേണ്ടവൻ എത്തിയിട്ടില്ല. അതാരാണാവോ? Make it fast. Come on. തിരുമേനി, ഈ പന്നി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുത്തിയത്? വരുത്തിയത് നാമല്ല, പിന്നെ ഏതവനാ വരുത്തിയത്? അവനോട് ഞാൻ ചോദിക്കാം. അന്തിക്രിസ്തുവിന് വേണ്ടി ഒരു കാത്തിരിപ്പേ. DIG ഈശോ പണിക്കരെയല്ല നാം നമ്മുടെ അരവന വിരുന്നിന് ക്ഷണിച്ചത്. ചാക്കോ പണിക്കരുടെ മകനെയാണ്. ആ മനസ്സോടെയാണ് താനിവിടെ വന്നിരിക്കുന്നതാണ് നമ്മുടെ പൂർണ്ണ വിശ്വാസം. ക്ഷമിക്കണം പിതാവേ, അങ്ങയുടെ വിശ്വാസം തെറ്റിച്ചതിന്. ഈ അരമന വിരുന്നിന്റെ നടുവിലേക്ക് ഞാൻ കയറി വന്നിരിക്കുന്നത് സ്റ്റേറ്റ് പോലീസിലെ DIG ആയിട്ട് തന്നെയാണ്. വിതൗട്ട് യുവർ പെർമിഷൻ, സ്ട്രിക്ട്ലി ഓൺ ഡ്യൂട്ടി. സഭയുടെ സത്യവിശ്വാസ സംരക്ഷകനായി ഉയർത്തി ഷെവലിയർ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ട കേരള ഗാർഡൻസിലെ മാമല മാമച്ചന് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇടിവേണ്ടിയേറെ പോലീസിനെ മുറ്റത്തിറക്കിയിട്ട ഇവൻ എന്നെ അഭിനന്ദിക്കാൻ വന്നിരിക്കുന്നത്. എടാവേ, അന്നത്തെ പോലെ ഇവിടെ ചോപ്പിക്കാനെ പുറപ്പാടെങ്കിൽ മാമല മാമച്ചൻ ആരാണെന്ന്. ഇറ്റ്സ് എ മിറക്കിൾ, മിറക്കിൾ ഓഫ് ഗോഡ് ദി ഓൾമൈറ്റി. എന്റെ എല്ലാ അന്വേഷണങ്ങളുടെ അവസാനവും ഇദ്ദേഹത്തിന്റെ ഷെവലിയർ ലൈഫിന്റെ ആരംഭവും ഒരേ ദിവസം തന്നെ ആയത്, ഒരേ വേദി തന്നെ ആയത് തികച്ചും ദൈവനിശ്ചയമാണ് മാമച്ച. അന്വേഷണത്തിന്റെ അവസാന ദിവസം ഒന്ന് വെറുതെ വാഗൊണ്ട് പറഞ്ഞാൽ പോരാ. കൊലയാളി ആരാണെന്ന് അറിഞ്ഞോ? അറിഞ്ഞു. ഞങ്ങൾ അറിഞ്ഞു വന്ന സത്യം ആ വിശുദ്ധന് ഉപ്പ അറിഞ്ഞിരിക്കണം. എനിക്ക് വിശ്വസിക്കാവോ പണിക്കരെ? അങ്ങേക്ക് എന്നെ വിശ്വാസമാണ്. എവിടെ എവിടെയുണ്ടവൻ? ഈ വിരുന്ന് മേശയ്ക്ക് മുന്നിൽ പ്രമാണിയായി ഉള്ളും പുറവും വേർതിരിപ്പുണ്ടവൻ. ഞങ്ങളും സഭയും ലോകവും ഒരുപോലെ അന്വേഷിച്ചു നടന്ന് സിസ്റ്റർ അമലയുടെ കൊലയാളി, രാജു നമശിവായത്തിന്റെ കൊലയാളി, സ്വന്തം തോളുരുമി നടന്ന് കാളിയാറച്ചന ദാ ഇങ്ങനെ മെഴുകുതിരികൾക്ക് പിന്നിലെ ചിത്രമാക്കി മാറ്റിയവൻ. ആരാണ് ആ മഹാഭാവി? മഹാഭാവി. ബ്രിങ് ഹിം. ഓക്കെ സാർ. വരണം സാർ. സിസ്റ്റർ അമലയ്ക്ക് മുമ്പ് കരിങ്കൽ ക്വാറിയിൽ കൊല്ലപ്പെട്ട രാജുവിന്റെ അച്ഛൻ നമശിവായൻ സ്വാമി. രാജുവിനെ അവസാനമായി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയത് ആരാണെന്ന് സ്വാമിക്ക് ഓർമ്മയുണ്ടോ? ജോലി ശരിപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയാണ് സാറേ എന്റെ പോലെ. ആ സ്ത്രീയെ വീണ്ടും കണ്ടാൽ സ്വാമി തിരിച്ചറിയും. നെക്സ്റ്റ് ജമാൽ. സൂക്ഷിച്ചു നോക്കണം. ഇവള് തന്നെയാണോ അന്ന് രാജുവിനെ ഇല്ലത്തൂന്ന് കൂട്ടിക്കൊണ്ടുപോയത്? അതെ സർ.
ഇവള് തന്നെയാ രാക്ഷസി. എന്റെ മകനെ കൊലയ്ക്ക് കൊടുത്ത മഹാഭാവി ഇവള് തന്നെയാണ് സാർ. സ്റ്റേ മാധവ്, സിറ്റിയിലെ ഹൈലി പെയ്ഡ് മോസ്റ്റ് സോട്ട് ആഫ്റ്റർ സെക്സ് വർക്കർ രാജു നമശിവായത്തിന്റെയും സിസ്റ്റർ അമലയുടെയും പഴയ കോളേജ് മേറ്റ്. ആര് പറഞ്ഞിട്ടാണ് നീ പഴയ സഹപാഠിയെ വിളിച്ചുകൊണ്ടുപോയത്? ആരുടെ അടുത്തേക്ക് പറയടി. സ്റ്റീഫൻ അയാൾ പറഞ്ഞിട്ടാ. അൻവർ, സ്റ്റീഫൻ കട്ടച്ചോരയുടെ മണവും കടാരപ്പിടിയുടെ ബലവും മാത്രം അറിയുന്നവൻ. സ്നേഹിച്ചാൽ സ്വന്തം തല വെട്ടിക്കൊടുക്കും, വെറുത്താൽ വെട്ടിയെടുക്കും. അല്ലേ അച്ചോ? രാജു നമശിവായത്തിനെ കൊണ്ട് നിനക്കെന്തായിരുന്നു ആവശ്യം? സ്റ്റീഫൻ, അച്ചായന് വേണ്ടി കാളിയാറച്ചനെ കൊല്ലാൻ 3-4 പ്രാവശ്യം അച്ഛന് നേരെ കാളിയാർ സ്ഥാപനങ്ങളിൽ വെച്ച് രാജു ബോംബർ. പക്ഷെ അവന് കൊല്ലാൻ കഴിഞ്ഞില്ല. ഒരു നൂലിട വ്യത്യാസത്തിൽ അച്ഛൻ രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു ഓരോ തവണയും. അച്ഛന്റെ ബോഡി ഗാർഡായിരുന്ന നീ അവൻ അവസരങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. അച്ഛൻ നിന്നെ സംശയിച്ചില്ല. കാളിയാർ അച്ഛനെ കൊല്ലാൻ ഒരു ഭ്രാന്തനെ പോലെ പാഞ്ഞു നടന്നിരുന്ന രാജുവിന്റെ മുന്നിൽ കോളേജിൽ അവന്റെ സഹപാഠിയായിരുന്ന സിസ്റ്റർ അമല ചെന്നപ്പെട്ടു. ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി അവന്റെ കയ്യിൽ കത്തിയും ബോംബും പിടിപ്പിച്ചവർക്കെതിരെ തിരിയാൻ സിസ്റ്റർ അമല അവനെ പ്രേരിപ്പിച്ചു. രാജുവിനെ കൊന്ന് പാറമടയിൽ തള്ളിയത് നീയല്ലേ? എന്റെ മോനെ കൊന്ന കൈകൊണ്ട് ഈ കിളവനെ കൂടി കൊന്നതാടാ. നിനക്ക് കോടി പുണ്യം കിട്ടും. പക്ഷെ ഇവനും ഇവന്റെ അച്ചായനും വൈകിപ്പോയി. തെളിവുകളൊക്കെ സിസ്റ്റർ അമലയെ രാജു ഏൽപ്പിച്ചിരുന്നു. അവരത് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നുവെന്നറിഞ്ഞ് അന്ന് രാത്രി തന്നെ മഠത്തിൽ കയറി സിസ്റ്റർ അമലയെ കൊന്ന് കിണറ്റിൽ തള്ളി. ഇനിയുള്ള ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യേണ്ടത് നീയല്ല. കത്ത കാർലോസ്, മോനായിക്ക് വേണ്ടി കൊലക്കത്തിയുമായി ബോംബെയിൽ നിന്നെത്തിയവൻ. സ്റ്റീഫനും സ്റ്റീഫന്റെ അച്ചായനും സിസ്റ്റർ അമലയെ വകവരുത്താൻ മഠത്തിലെത്തിയ ദിവസം അതേ ദൗത്യത്തിനായി കാർലോസും അവിടെ എത്തിയിരുന്നു. ഒരു ജീവൻ ഒടുക്കാൻ 2 വഴിക്ക് 3 കൊലയാളികൾ. ഇനി പറയണം, അന്ന് രാത്രി നീ അവിടെ ആരെയൊക്കെയാണ് കണ്ടത്? സ്റ്റീഫൻ. പറയണം കാർലോസ്, ഈ ഇരിക്കുന്നതിൽ ആരാണ് സ്റ്റീഫന്റെ അച്ചായൻ? ഇവൻ പറയില്ല അൻവർ. തൂക്കുകയർ കഴുത്തിൽ മുറുകുമ്പോഴും ഇവൻ ആ പേര് പറയില്ല. അതാണ് ഇവനും സ്റ്റീഫന്റെ അച്ചായനും തമ്മിലുള്ള ഉടമ്പടി. മലയോര നസ്രാണികൾക്ക് വേണ്ടി ഏത് നരകത്തിലും കയറി ചെന്ന് 10 കൈയും കൊണ്ട് പടവെട്ടി വാളും കീർത്തിമുദ്രകളും നെഞ്ചത്ത് ചാർത്തി കിട്ടിയ പഴയ ഒരു ഏലക്കാക്കള്ളനാകാം സ്റ്റീഫന്റെ അച്ചായൻ. നിധി കാക്കും ഭൂതത്തെ പോലെ രൂപതാ ഖജനാവിന്റെ മുകളിൽ കയറി ചടഞ്ഞിരുന്ന് ചോരക്കുതിയന്മാരായ രക്തരക്ഷസുകളെ മനസ്സുകൊണ്ട് ആരാധിക്കുന്നവരുടെ കയ്യിലും ചോരക്കറ പുരണ്ടിട്ടുണ്ടാവാം. അരമനക്കോടതിയിലെ തലയാട്ടി വക്കീലിനെയും സംശയിക്കാം. തന്റെ രാഷ്ട്രീയ ശത്രുവിനെ എന്നും ഒരു വേട്ടനായുടെ വീറോടെ പിന്തുടർന്നിട്ടുള്ള വെളുത്ത് ചുവന്നു തൊടുത്ത രാഷ്ട്രീയ പുണ്യാളനുമാവാം. അന്ന് രാത്രി നീ അവിടെ ആരെയാണ് കണ്ടത്? പറയടാ. പറയടാ. ഞാൻ പറയാ. ഞാൻ കാളിയാർ പത്രോസ് വൈദ്യൻ. രാജു നമശിവായം എന്ന സഖാ വൈദ്യനെന്ന് വിളിക്കും. ഇനി എനിക്കും നിനക്കും പറയാനുള്ളത് മൂന്നാമതൊരാൾ കേൾക്കരുത്. സ്റ്റീഫ, കർത്താവ് തമ്പുരാൻ പറദീസയിൽ കിടന്നുറങ്ങുന്ന നേരത്ത് ഉറങ്ങുന്നവരെ വെളിച്ചെടുത്താൻ ശ്രമിക്കണ്ട. ഈ ലോകം മുഴുവനും ഉണർന്നെഴുന്നേറ്റ് വന്നാലും ശരി, കാളിയാർ പത്രോസ് വൈദ്യൻ നിന്നെ ഉറക്കും.
കാരണം ഈ ലോകത്തെ മുഴുവൻ വിശ്വസിപ്പിച്ചൊരു മുഖമുണ്ട് എനിക്ക്. അത് ചീന്തി കീറിക്കളയാൻ നിന്നെ മാത്രമായി ഞാൻ ബാക്കി വെച്ചേക്കില്ല. നമശിവായം ചെക്കൻ നിന്നോട് പറഞ്ഞത് അപ്പടി സത്യങ്ങൾ തന്നെയാ. ചില സത്യങ്ങൾ കേൾക്കരുത്, അറിയാൻ ശ്രമിക്കരുത്. അറിഞ്ഞാൽ ഇതിലും ചെറിയൊരു ശിക്ഷ നൽകാൻ എനിക്കറിയില്ല. So, forgive me, sister. Pray for your soul. നീ ആരാ? കാർലോസ്, കർദിനാൾ കാർലോസ്. എന്തിനോട് വന്നു? നിങ്ങൾ വന്നത് എന്തിനോ അതിന് തന്നെ. പക്ഷേ നിങ്ങൾ അത് എനിക്ക് പകരം നന്നായി ചെയ്തു. അപ്പോ നീ എല്ലാം കണ്ടു. പറഞ്ഞോ, കണ്ടതൊക്കെ ഇവിടെ വെച്ച് തന്നെ മറക്കാൻ നിനക്ക് എന്ത് വേണം? അസമയത്ത് ഞാൻ എനിക്ക് വില പറയാറില്ല. ടേക്ക് യുവർ ഓൺ ടൈം. നീ ഇടുന്ന വില എനിക്ക് ബോധിച്ചാൽ ഇറ്റ് വിൽ ബി എ ജെന്റിൽമാൻ ഡീൽ. ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ ഒരു വിലയിടും. ശവത്തിന്റെ വില. പച്ചക്കള്ളം, പച്ചക്കള്ളം. തെളിവുകൾ കള്ളം പറയില്ല പത്രോസ്. കുറ്റവാളി കൊതിച്ചാൽ പോലും. എനിക്കെതിരെ എന്ത് തെളിവുണ്ട് തന്റെ കയ്യിൽ? ഇത് സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്ന് കിട്ടിയ ലോക്കറ്റ്. ഇതിനുള്ളിൽ ഫാദർ ക്ലെമൻ കാളിയാറിന്റെ മുഖം. ഇത് കാളിയാർ അച്ഛന്റെ ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയ ലോക്കറ്റ്. ഇതിനുള്ളിൽ കാളിയാർ പത്രോസിന്റെ മുഖം. രണ്ടിനും ഒരേ രൂപം, ഒരേ പഴക്കം, ഒരേ ജനുസ്. ഇതിനർത്ഥം ഈ ലോക്കറ്റ് നിങ്ങളുടേതാണ്, ശരിയല്ലേ? ഇതെങ്ങനെ സിസ്റ്റർ അമലയുടെ മുറിയിൽ വന്നു? ഉത്തരം നിങ്ങൾക്കറിയാം. ഈ ചോദ്യം ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങിയ നിമിഷം സംശയിക്കുന്നവരുടെ പട്ടികയിൽ നിങ്ങളുടെ പേരുകൂടി ചേർത്ത് വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കാർലോസിനെ കാണിക്കാനെന്ന വ്യാജേന നിങ്ങളെ ഞാനെന്ന് ഓഫീസിലേക്ക് വരുത്തിയത്. സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്ന് കിട്ടിയ കൈവിരൽ പാടുകളുടെ ഉടമ നിങ്ങളാണോ എന്ന് തിരിച്ചറിയാൻ അൻവർ. കാർലോസിനെ കണ്ട് തൊണ്ട വരണ്ടുപോയ നിങ്ങൾക്ക് ഞാനൊരു കുപ്പി ദാഹജലം തന്നു. തണുപ്പിക്കാനല്ല, ഈ കൈകൾക്ക് കൊലപാതകം ചെയ്യാനുള്ള കരുത്തുണ്ടോ എന്ന് ഉറപ്പിക്കാൻ. കുപ്പി ഭദ്രമായി ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്ക് പോയി. അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് പോസിറ്റീവായിരുന്നു. ആ നിമിഷം തന്നെ സിസ്റ്റർ അമലയുടെ കൊലയാളി നിങ്ങളാണെന്ന് തെളിഞ്ഞു. പിന്നെ ഞങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾ മറ്റൊരു അതിബുദ്ധി കൂടി കാണിച്ചു. കൊലയാളിയുടെ ടാർഗറ്റ് നിങ്ങളാണെന്ന് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ. സ്വന്തം കാർ സ്വന്തം കൈകൊണ്ടൊരു അഗ്നിഗോളമാക്കി മാറ്റിയ ഹൈടെക് വിദ്യ. ജമാലിനോടൊപ്പം ഗസ്റ്റ് ഹൗസിലേക്കുള്ള മടക്കയാത്രയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ ആ പഴയ റിമോട്ട്. 20 അടിക്കുള്ളിൽ നിന്ന് മാത്രം ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഈ റിമോട്ട് ഉപയോഗിച്ചാണ് കാർ ബ്ലാസ്റ്റ് ചെയ്തതെന്ന് ഞങ്ങളുടെ എക്സ്പ്ലോസീവ്സ് വിംഗ് കണ്ടുപിടിച്ചു.
ആ സർക്കിളിൽ അപ്പോ ഔട്ട്സൈഡറായി ഉണ്ടായിരുന്നത് നിങ്ങൾ മാത്രമായിരുന്നു. കാറ് പൊട്ടിത്തെറിച്ച ആ നിമിഷം നിങ്ങളുടെ നെഞ്ചെടുപ്പ് ഞാൻ തൊട്ടറിഞ്ഞതാണ് പത്രോസ്. അവിടെ എല്ലാം നഷ്ടപ്പെട്ടവന്റെ സ്പന്ദനങ്ങളായിരുന്നില്ല, കണക്കുകൂട്ടലുകൾ പിഴയ്ക്കാത്തവന്റെ ഹർഷം. അത് മാത്രമായിരുന്നു. CM-ന്റെ കൂടെ ആദ്യം നിങ്ങളെ കണ്ടപ്പോ നിങ്ങളുടെ കണ്ണുകളിൽ തിളച്ചു കിടന്നിരുന്ന ചോര ചോപ്പ് ചെങ്കൊടിയുടെ ചോപ്പല്ലെന്ന് ആ നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പത്തന്നെ ഒറ്റയാനായി നടന്നിരുന്ന നിങ്ങളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഞങ്ങളത് ചെയ്യാതിരുന്നത് ആ രാത്രി കോൺവെന്റിൽ നിങ്ങളോടൊപ്പം വന്ന കൂട്ടുപ്രതി ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇനി ഒന്നേ ബാക്കിയുള്ളൂ വൈദ്യരെ, പാപിയുടെ കുറ്റസമ്മതം. അഡ്വക്കേറ്റ് സിസ്റ്റർ അമലെ നിങ്ങൾ മൃഗീയമായി കൊല ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? ഞാൻ നോക്കി നടത്തിയിരുന്ന ക്ലെമന്റിന്റെ സ്വത്തുക്കളൊന്നും എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ. സ്വത്തുക്കൾ മുഴുവൻ അരവിനയുടെ പേരിൽ എഴുതി വെച്ചിട്ട് അവൻ റോമിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞപ്പോ എന്റെ മുമ്പിൽ ഞാൻ ഒരു വഴിയെ കണ്ടുള്ളൂ. കാളിയാറിന്റെ ജീവൻ ഒരു വാടക കൊലയാളിയെ ഏൽപ്പിക്കുക. ഇല്ലെങ്കിൽ സമൂഹത്തിന്റെ കണ്ണിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്ന എന്റെ ഈ മകൻ ഒരു തെരുവ് തിണ്ടിയാകുന്നത് ഞാൻ കാണേണ്ടി വരും. അതിനെനിക്ക് മനസ്സ് വന്നില്ല. അങ്ങനെ അച്ഛനെ കൊല്ലാൻ രാജു നമശിവായത്തിനെ ഞാൻ കണ്ടെത്തി. ഇവനിലൂടെ ഓരോ അറ്റംപ്റ്റുകളും തോറ്റപ്പോ രാജു സ്വയം പേടിച്ചു. എല്ലാ രഹസ്യങ്ങളും അവൻ സിസ്റ്റർ അമലയോട് ചെന്ന് പറഞ്ഞു. പിന്നെ എന്റെ ഈ മുഖം രക്ഷിക്കാൻ ഞാൻ ഒരു മാർഗമേ കണ്ടുള്ളൂ. എത്രയും വേഗം രാജുവിനെയും കന്യാസ്ത്രീ വക്കീലിനെയും അവസാനിപ്പിക്കുക. അവസാനിപ്പിച്ചു ഞാൻ രണ്ടിനെയും എന്റെ ഈ കൈകൊണ്ട്. കൊലമരം നിങ്ങൾക്കൊരു ശിക്ഷയല്ല, മോചനമാണ്. ഈ പട് ജന്മത്തിൽ നിന്ന്. അപ്പോ ഇതൊരു ചെറിയ ഇടവേള. നമ്മൾ വീണ്ടും കണ്ടു. അതുവരെ ഈ ക്രൈം ജംഗിൾ ഞങ്ങൾ ഒറ്റയ്ക്കാണ് സർ. ബട്ട് വി ആർ ഗോയിങ് ടു ഫൈറ്റ് തിങ്കിങ് യു ആർ വിത്ത് us. ഐ ആം ഓൾവേസ് വിത്ത് യു. ഈശോ പഠിക്കണേ. എന്റെ ഈശോയെ, ഒന്ന് മാറിക്കേ. എന്റെ പാർട്ടിയുടെ മാനം രക്ഷിച്ചതിന് ഈ പൂമാല ഒന്ന് ഇട്ടോട്ടെ. ഈ പൂമാലയൊക്കെ തന്റെ ഈ കഴുത്തിനെ ചേരത്തുള്ളൂ മാമച്ചൻ മാപ്പിളെ. മാമച്ചനെ ഞാൻ ഒരുപാട് വേർപ്പിച്ചിട്ടുണ്ട്. അയ്യോ പിന്നെ. സോറി. അന്വേഷണത്തിനിടയ്ക്ക് എനിക്ക് എപ്പോഴും കൈ ചൂണ്ടി വിറപ്പിക്കാൻ ഒരാൾ വേണമായിരുന്നു. യഥാർത്ഥ കുറ്റവാളിയുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഒരു ഡമ്മി കുറ്റവാളി. അതിന് പറ്റിയ ആള് താനാണെന്ന് ആ സ്നേഹവിരുന്നിനിടയ്ക്ക് വെച്ച് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. തന്റെ ഈ കള്ള മുഷ്ടിയും കള്ള തൊണ്ടയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒന്നും മനസ്സിൽ വെച്ചേക്കരുതേ, നമുക്ക് ഇനിയും കാണണ്ടല്ലോ.